ഈ പറഞ്ഞ കാര്യങ്ങളിൽ നിന്നൊക്കെ നമുക്കെല്ലാവർക്കും വ്യക്തമായൊരു കാര്യമാണ്, ചില പ്രത്യേക സമയങ്ങളിലും സന്ദർഭങ്ങളിലും ചില ആളുകൾ പൊട്ടിക്കുന്ന വെറും ഉണ്ടയില്ല വെടിയാണ് ലവ് ജിഹാദ് എന്ന് നമുക്കൊക്കെ വ്യക്തമായി. അതിന്റെ വനിതകൾക്കെതിരെയുള്ള കുറ്റകൃത്യം അത് 5 ഇരട്ടിയാണ് വർദ്ധിച്ചിരിക്കുന്നത്. 2021 നിന്ന് 2026 പടിവാതിൽ എത്തി നിൽക്കുമ്പോൾ 5 ഇരട്ടിയാണ് കൂടിയിരിക്കുന്നത് സ്ത്രീകൾക്കെതിരെയുള്ള കുറ്റകൃത്യം. ഇത് എന്താ സംഭവിക്കുന്നതെന്ന് പറഞ്ഞാല് ഇവിടെ ഈ ഒരു കേരളത്തില് ഇതിന് പ്രോത്സാഹനം നൽകുന്നതുകൊണ്ടാണ്. സ്ത്രീകളെ ഉപദ്രവിക്കുന്നത് അല്ലെങ്കിൽ സ്ത്രീകൾക്കെതിരെ കുറ്റം നടത്തുന്നത് ഒന്നും വലിയ പുത്തരിയല്ല, അതൊന്നും കുഴപ്പമില്ല എന്നുള്ള മട്ടിൽ കരുതുന്ന ഒരു സമൂഹമുണ്ട്. പ്രത്യേകിച്ചും ലവ് ജിഹാദ് പോലെയുള്ള അതിക്രൂരമായിട്ടുള്ള കുറ്റകൃത്യങ്ങൾ വരെ നടക്കുമ്പോൾ കണ്ണടയ്ക്കുന്ന ഒരു സർക്കാർ, അവിശ്വാസി ആയിട്ടുള്ള, അതായത് ദൈവവിശ്വാസമില്ലാത്ത ഒരു സർക്കാരും ദൈവവിശ്വാസം തൊട്ടു തീണ്ടിയിട്ടില്ലാത്ത മന്ത്രിമാരും ഭരിക്കുന്ന ഒരു സർക്കാർ ആകുമ്പോൾ 100% അവർ സ്ത്രീകൾക്ക് നേരെ നടക്കുന്ന കുറ്റകൃത്യങ്ങൾക്ക് യാതൊരു പ്രാധാന്യവും കൽപ്പിക്കാറില്ല. കേട്ടില്ലേ? BJPയുടെ വട്ടിയൂർക്കാവ് മണ്ഡലം സ്ഥാനാർത്ഥിയായ കേരളത്തിലെ മുൻ DGP ആയ R ശ്രീലേഖ പറയുന്നു, സ്ത്രീകൾ നമ്മുടെ കേരളത്തിൽ അതിക്രമങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ലവ് ജിഹാദ് പോലെയുള്ള ഏറ്റവും അപകടകരമായ കാര്യങ്ങൾ നമ്മുടെ നാട്ടിൽ നടക്കുന്നു. അത് അന്വേഷിക്കാനോ അത് തടയാനോ നമ്മുടെ നാട്ടിലുള്ള സർക്കാരോ മറ്റോ തയ്യാറാകുന്നില്ല എന്നാണ് അവർ പറയുന്നത്. അതുപോലെ തന്നെ BJPയുടെ മറ്റൊരു സ്ഥാനാർത്ഥിയും കൂടിയായ PK കൃഷ്ണദാസും പറഞ്ഞു, ലവ് ജിഹാദ് കേരളത്തിലുണ്ട്, ഇടത് വലത് മുന്നണികൾ ലവ് ജിഹാദിനെ പ്രോത്സാഹിപ്പിക്കുന്നു തുടങ്ങിയ ആരോപണങ്ങൾ അദ്ദേഹവും ഉന്നയിച്ചു. യഥാർത്ഥത്തിൽ ലവ് ജിഹാദ് എന്നത് നിയമപരമോ ഭരണഘടനാപരമോ ആയ ഒരു പദമല്ല, അങ്ങനെയുള്ളൊരു പദമല്ല, മറിച്ച് അത് വെറും ആരോപണങ്ങൾ മാത്രമാണ്. ലവ് ജിഹാദ് കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് എന്താണ്? മുസ്ലിം യുവാക്കൾ ഇതര മതത്തിൽപ്പെട്ട സഹോദരിമാരെ പ്രണയം നടിച്ച് വിവാഹം കഴിച്ച് അവരെ ഇസ്ലാം മതത്തിലേക്ക് മാറ്റുന്ന, മതപരിവർത്തനം ചെയ്യുന്നു എന്ന ഒരു കാര്യമാണ് ഇതിലൂടെ ചൂണ്ടിക്കാട്ടുന്നത്. എന്നാൽ വർഷങ്ങൾക്ക് മുമ്പ് 2009 മുതൽ ലവ് ജിഹാദിനെ സംബന്ധിച്ചുള്ള ആരോപണം ഇവിടെ വന്നു. ആ സമയത്ത് തന്നെ നമ്മുടെ കേന്ദ്ര സർക്കാർ അതിനെ സംബന്ധിച്ച് പഠിക്കുകയും ലോക്സഭയിൽ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ലവ് ജിഹാദിനെ സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള മറുപടിയും നൽകുകയുണ്ടായി. ലോക്സഭയിൽ അവർ നൽകിയ മറുപടി, നിലവിലുള്ള നിയമങ്ങൾ പ്രകാരം ലവ് ജിഹാദ് എന്നൊരു കുറ്റകൃത്യം നിർവചിക്കപ്പെട്ടിട്ടില്ല എന്നാണ്. കേന്ദ്ര ഏജൻസികളൊന്നും ഇത്തരത്തിലുള്ള ഒരു കേസ് റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്ന് വ്യക്തമായി തന്നെ പറയുകയുണ്ടായി. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയമാണ് ഇത് പറഞ്ഞത്. പിന്നീട് വീണ്ടും ലവ് ജിഹാദുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ പലരും പല ലക്ഷ്യം വെച്ചും പല കോണുകളിൽ നിന്നും ഉയർന്നു വന്നു. ദേശീയ അന്വേഷണ ഏജൻസിയായ NIA അതിനെ സംബന്ധിച്ച് കൃത്യമായ അന്വേഷണം നടത്തി. ആ അന്വേഷണത്തിനൊടുവിൽ അവരും പറഞ്ഞു, അത്തരം വിവാഹങ്ങളിൽ ക്രിമിനൽ ഗൂഢാലോചനയോ ആസൂത്രിതമായ മതപരിവർത്തന നീക്കമോ നടന്നതിന് ഒരു തെളിവുമില്ല. NIAയും ഇത് പ്രഖ്യാപിച്ചു. കേരള ഹൈക്കോടതിയും അപ്രകാരം പറഞ്ഞു. അങ്ങനെ എല്ലാ അന്വേഷണ ഏജൻസികളും ലവ് ജിഹാദ് എന്ന് പറയുന്ന ഒരു സംഭവം ഇല്ല എന്നും അത് വെറും ആരോപണം മാത്രമാണെന്നും പറഞ്ഞു. ഇന്ത്യൻ ഭരണഘടന ഒരാൾക്ക് നൽകുന്ന സ്വാതന്ത്ര്യമാണ്. ഇഷ്ടമുള്ള പങ്കാളിയെ തിരഞ്ഞെടുക്കാനും ഇഷ്ടമുള്ളവർ വിവാഹം കഴിക്കാനും ഇഷ്ടമുള്ള മതത്തിൽ ചേരാനും ഇന്ത്യൻ ഭരണഘടന ആർട്ടിക്കിൾ 21 മുതൽ 25 വരെ പറയുന്നു. അത് ഒരു പൗരന് നൽകുന്ന അവകാശമാണ്. അതിൽ കവിഞ്ഞ് ലവ് ജിഹാദ് എന്ന് അവർ പറയുന്നത് പോലെയുള്ള, ആരോപിക്കപ്പെടുന്നത് പോലെയുള്ള കുറ്റകൃത്യം ഈ നാട്ടിൽ നടക്കുന്നില്ല എന്നാണ് എല്ലാ അന്വേഷണ ഏജൻസികളും കണ്ടെത്തിയിട്ടുള്ളത്. പിന്നെ വീണ്ടും എന്താണ്, പ്രത്യേകിച്ച് ഇലക്ഷൻ സമയമായപ്പോൾ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ചിലര്
ഹിന്ദു സ്ഥാനാർത്ഥി, ക്രിസ്ത്യൻ സ്ഥാനാർത്ഥി, മുസ്ലിം സ്ഥാനാർത്ഥി, അതുപോലെ ജാതി പറഞ്ഞ് മതം പറഞ്ഞ് ഇങ്ങനെ രംഗത്ത് വരുന്നതിന്റെ പിന്നിലുള്ള കാരണം അരിയാഹാരം കഴിക്കുന്നവർക്കൊക്കെ അറിയാം. ഉത്തരേന്ത്യയെ പോലെ വർഗീയത പറഞ്ഞ് മതം പറഞ്ഞ് മനുഷ്യനെ ഭിന്നിപ്പിച്ച് വോട്ട് നേടി അതിലൂടെ അധികാരത്തിൽ വരിക എന്ന ഒരു കുതന്ത്രമാണ് ഇതിലൂടെ അവർ ഉദ്ദേശിക്കുന്നത്. എന്നാൽ ഇത് കേരളമാണ്. ഈ കേരളത്തിൽ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ കൊണ്ട് മുന്നോട്ട് പോകാമെന്ന് ആരും വിചാരിക്കേണ്ടതില്ല എന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. വർഷങ്ങൾക്ക് മുമ്പ് ലവ് ജിഹാദുമായി ബന്ധപ്പെട്ട് ഏഷ്യാനെറ്റിലൂടെ വന്ന ഈ ന്യൂസ് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ അത് നിങ്ങൾക്ക് കൃത്യമായി ബോധ്യപ്പെടുന്നതാണ്. കേരളത്തിൽ ലവ് ജിഹാദ് റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്ന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം. ലവ് ജിഹാദിന് നിയമത്തിൽ വ്യാഖ്യാനമില്ലെന്നും ലോക്സഭയിൽ കേന്ദ്ര സർക്കാരിന്റെ മറുപടി. PR സുനിൽ ചേരുകയാണ് വിശദാംശങ്ങളുമായി. സുനിൽ, ലവ് ജിഹാദ് കേരളത്തിൽ ഉണ്ട് എന്ന് സിറോ മലബാർ സഭ സിനഡ് ആരോപിച്ചപ്പോഴാണ് വീണ്ടും ഈ വിഷയം സജീവമായി രംഗത്ത് വന്നത്. ഇന്നിപ്പോൾ ലോക്സഭയിൽ കേന്ദ്രം ഇത്തരത്തിൽ മറുപടി നൽകാനുണ്ടായ സാഹചര്യം എന്താണ്? വിശദാംശങ്ങൾ. അൻഷാദ്, പെന്നി ബെഹൻ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം രേഖാമൂലം ഇക്കാര്യം ലോക്സഭയെ അറിയിച്ചിരിക്കുന്നത്. കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി G. കിഷൻ റെഡ്ഡിയാണ് കേരളത്തിൽ ലവ് ജിഹാദ് ഇല്ല എന്ന് ഇപ്പോൾ രേഖാമൂലം ലോക്സഭയെ അറിയിച്ചിരിക്കുന്നത്. ലവ് ജിഹാദ് എന്നത് സംബന്ധിച്ച് നിയമത്തിൽ യാതൊരു വ്യാഖ്യാനമില്ല എന്ന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ചൂണ്ടിക്കാണിക്കുന്നു. കേരളത്തിൽ ലവ് ജിഹാദ് ഇല്ല എന്ന് കേരള സർക്കാരും കേരള ഹൈക്കോടതിയും വ്യക്തമാക്കിയിട്ടുണ്ട്. കേരളത്തിൽ രണ്ട് സമുദായങ്ങൾ തമ്മിലുള്ള വിവാഹം സംബന്ധിച്ച രണ്ട് വിഷയങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന് NIA റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇതല്ലാതെ ലവ് ജിഹാദ് നടന്നിട്ടില്ല എന്നാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഇപ്പോൾ ലോക്സഭയെ രേഖാമൂലം അറിയിച്ചിരിക്കുന്നത്. സുഹൃത്തുക്കളെ, ഈ പറഞ്ഞ കാര്യങ്ങളിൽ നിന്നൊക്കെ നമുക്കെല്ലാവർക്കും വ്യക്തമായൊരു കാര്യമാണ്, ചില പ്രത്യേക സമയങ്ങളിലും സന്ദർഭങ്ങളിലും ചില ആളുകൾ പൊട്ടിക്കുന്ന വെറും ഉണ്ടയില്ല വെടിയാണ് ലവ് ജിഹാദ് എന്ന് നമുക്കൊക്കെ വ്യക്തമായി. ഏതുപോലെ എന്ന് വച്ചാൽ നെയ്യപ്പത്തിൽ നെയ്യില്ലാത്തതുപോലെ ലവ് ജിഹാദിൽ ജിഹാദുമില്ല എന്നതാണ് യാഥാർത്ഥ്യം. ഈ അടുത്ത ദിവസം BJPയുടെ മറ്റൊരു കേന്ദ്രമന്ത്രി നമ്മുടെ നാട്ടിൽ വന്ന് പുതിയ രണ്ട് ജിഹാദും കൂടി കണ്ടെത്തിയിരിക്കുകയാണ്. കേരളത്തിൽ ലവ് ജിഹാദ് മാത്രമല്ല, ഇവിടെ ബിസിനസ് ജിഹാദുണ്ട്, ലാൻഡ് ജിഹാദുണ്ട് എന്നൊക്കെ ആരോപണം ഉന്നയിക്കുകയാണ്. ഇനി എന്തെല്ലാം നമ്മൾ കേൾക്കാനിരിക്കുന്നു. കുറച്ചു കാലങ്ങൾക്ക് മുമ്പ് തുപ്പൽ ജിഹാദ് ഉണ്ടായിരുന്നു. ഇനിയും പുതിയ പുതിയ ജിഹാദുകൾ നമുക്ക് കേൾക്കേണ്ടി വരുമോ എന്നതാണ് നമ്മളൊക്കെ ഇവിടെ കാത്തിരിക്കുന്നത്. കേരള ഹിന്ദുസ് ആൻഡ് ക്രിസ്ത്യൻസ് ഗോയിങ് ഔട്ട് बिकॉज ऑफ स्कैरी, उसको डरा रहे। केरल में केवल लव जिहाद का बात नहीं चल रहा है, केरल में लैंड जिहाद, बिजनेस जिहाद का बात चल रहा है. केरल को आगे बढ़ाने के लिए वी हैव टू टेक फॉरवर्ड केरला. BJPയുടെ നേതാവിടെ ഉന്നയിക്കപ്പെട്ട മറ്റൊരു ആരോപണമായിരുന്നു, മതവിശ്വാസികളല്ലാത്ത സർക്കാരാണ്, മന്ത്രിമാരാണ് ഇവിടെ ഉള്ളത്, അതുകൊണ്ട് ഇവിടുത്തെ സ്ത്രീകൾക്ക് സുരക്ഷയില്ല എന്നൊരു ആരോപണം ഉന്നയിച്ചു. യഥാർത്ഥത്തിൽ മന്ത്രിയാകാനും MLA ആകാനും MP ആകാനും മെമ്പർ ആകാനും ഒന്നും ഒരു മതത്തിന്റെ ആളാകണമെന്ന് ഒരു നിബന്ധനയില്ല. ഇന്ത്യ ഒരു മതേതര രാഷ്ട്രമാണ്. ഇവിടെ മതമുള്ളവർക്കും ഇല്ലാത്തവർക്കും അധികാര സ്ഥാനങ്ങളിൽ വരുന്നതിനോ മത്സരിക്കുന്നതിനോ ഒരു നിബന്ധനയുമില്ല. മന്ത്രിയും MLAയും ഒക്കെ ആയി വരുന്നത് ഏതെങ്കിലും ആരാധന കർമ്മങ്ങൾക്ക് നേതൃത്വം നൽകാനോ അല്ലെങ്കിൽ ആരാധനാലയങ്ങളിൽ അവിടുത്തെ കാര്യങ്ങൾ നിയന്ത്രിക്കാനോ അല്ല. നാട്ടിലുള്ള ജനങ്ങളുടെ അടിസ്ഥാന പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള മന്ത്രിമാരും MLAമാരും MP മാരൊക്കെ ഉള്ളത്. ഇന്ത്യയിൽ സ്ത്രീകൾക്കെതിരെ അതിക്രമം നടക്കുന്ന 10 സംസ്ഥാനങ്ങളിൽ ആ 10ലും കേരളമില്ല എന്നതൊരു യാഥാർത്ഥ്യമാണ്. അതിൽ ഒന്നാം സ്ഥാനത്തുള്ളത് ഉത്തർപ്രദേശാണ്. അവിടെ മതവിശ്വാസികളാണ് ഭരണം നടത്തുന്നത്. ഇവര് പറയുന്ന സർക്കാരാണ് അവിടെ ഉള്ളത്. രണ്ടാമതും മൂന്നാമതും ഒക്കെ അങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് തന്നെ വിശ്വാസം ഉണ്ടാവുക, വിശ്വാസമില്ലാതിരിക്കുക, ഇന്ന മതത്തിൽപ്പെട്ട ആളാവുക എന്നതൊന്നും ഇതുമായി ബന്ധപ്പെട്ട കാര്യമേ അല്ല. ഈ മതവും വിശ്വാസവും അതുപോലെ തന്നെ ജാതിയും ഒക്കെ ചർച്ച ചെയ്യേണ്ട സമയമല്ല ഇലക്ഷൻ കാലഘട്ടം. വികസനമാണ് ചർച്ച ചെയ്യേണ്ടത്.
ജനങ്ങളുടെ അടിസ്ഥാന പ്രശ്നങ്ങളിൽ ഇടപെടാനുള്ള ആരോഗ്യകരമായ ചർച്ചകളും മറ്റും നടക്കേണ്ട സമയത്ത് വർഗീയത പറഞ്ഞ് മനുഷ്യ മനസ്സുകളെ ഭിന്നിപ്പിച്ച് വോട്ട് നേടാമെന്ന് ആരെങ്കിലും വിചാരിക്കുന്നുണ്ടെങ്കിൽ അവരോട് പറയാനുള്ളത് ഇത് കേരളമാണ് എന്ന ഒറ്റ കാര്യമാണ്.